മുരിങ്ങക്ക സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. മുരിങ്ങക്കയും പരിപ്പും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ അരച്ച് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു സാമ്പാറാണിത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സാമ്പാറാണ്. ശരിക്കും ഒരു തമിഴ് സ്റ്റൈലിലുള്ള ഒരു സാമ്പാറാണെന്ന് തന്നെ പറയാം. നമുക്ക് ചോറിൻ്റെയും ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുരിങ്ങക്ക സാമ്പാർ തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്ക് അതിന് പരിചയപ്പെടുത്തുന്നു ജ്യോതി. മുരിങ്ങയ്ക്ക സാമ്പാർ തയ്യാറാക്കാനായിട്ട് 8-10 മുരിങ്ങയ്ക്ക, 50 ഗ്രാം തുവരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി, പുളി, തേങ്ങ ചിരകിയത് 1 കപ്പ്, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1/2 ടീസ്പൂൺ ഉലുവ, 4-5 ചുവന്ന മുളക്, 1 ടീസ്പൂൺ കടുക്, എണ്ണ, ഉപ്പ് എന്നിവയാണ് വേണ്ടത്. ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തുവരപ്പരിപ്പ് ഇടണം. ആവശ്യത്തിന് വെള്ളവും മഞ്ഞളും ചേർത്ത് ഇതൊരു 5-6 മിനിറ്റ് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. ഈ സമയത്ത് പുളി വെള്ളത്തിലേക്കിട്ട് ഒന്ന് കുതിർത്തിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടാകണം. ഇനി ഈ സമയം ഒരു പാനില് മല്ലി ചേർക്കാം, ഉലുവ, പൊട്ടുകടല, ചുവന്ന മുളക് എന്നിവ കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് തേങ്ങയുടെ നിറം ബ്രൗൺ ആകുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫാക്കി ഇത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇനി വേറൊരു പാത്രത്തില് മുരിങ്ങക്കായ് വെള്ളം ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇതിലേക്ക് പുളിയുടെ പൾപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അല്പം മഞ്ഞളും കൂടെ ചേർത്ത് ഒരു 4-5 മിനിറ്റ് വേവിക്കാം. അല്പം ഉപ്പും പാനിലേക്ക് ഇടുക. അതിനുശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചേരുവകളുടെ പച്ചമണം പോകുന്നത് വരെ ഇത് നന്നായിട്ട് വേവിച്ചു കൊടുക്കുക. ഇനി വേവിക്കാൻ വെച്ച തുവരപ്പരിപ്പ് മൂടി തുറന്ന് എടുത്ത് ഇതിലേക്കിട്ട് ഒരു 4-5 മിനിറ്റ് വേവിക്കണം. നമ്മുടെ സാമ്പാർ ഏകദേശം തയ്യാറായി. ഇനി ഒരു സെപ്പറേറ്റ് പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായാൽ കടുകും ഉലുവയും ഇട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മുരിങ്ങയ്ക്ക സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസ് കാണാനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.